18 വയസ്സിൽ പഠിച്ചും ഒഴിവ് സമയങ്ങളിൽ ഓട്ടോ ഓടിച്ച് പണം സമ്പാദിച്ച് സ്വന്തം അച്ഛനെ അമ്മേനെ ഒക്കെ നോക്കുന്ന ഒരു പാവം പെൺകുട്ടീനെ കാണാൻ വന്നതാണ് അലീഷ. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അലീഷയുടെ ആ ഒരു ഓട്ടോ ഓടിക്കുന്ന ഒരു വീഡിയോ. നമുക്ക് കണ്ടാലോ? വാ, ഇതാട്ടോ ഞാൻ പറഞ്ഞ പെൺപുലി. ഓക്കെ, അലീഷ, എത്ര നാളായി ഈ ഒരു ഓട്ടോ ഓടിക്കല് തുടങ്ങിയിട്ട്? ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ ലൈസൻസ് എടുത്ത് പിന്നെ ഓട്ടം തുടങ്ങി. എല്ലാരും ചോദിക്കുക ലൈസൻസ് ഉണ്ടോന്നാണ്. അലീഷനെ ആദ്യമേ കാണുമ്പോഴേക്കും നമുക്കൊക്കെ ഒരു സംശയം വരാം, ലൈസൻസ് ഉണ്ടോന്ന്. ആരെങ്കിലും അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? എല്ലാവരും ചോദിക്കുന്നതാണ്. ഇപ്പൊ ഓട്ടോയിൽ കയറാൻ വന്നവരാണെങ്കിൽ പോലും ആദ്യം കയറുമ്പോ തന്നെ ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടായിരിക്കും എല്ലാവരും കയറണത് തന്നെ. എല്ലാരും കയറുന്നത് ഡൗട്ടാണ് എല്ലാവർക്കും. ഇപ്പൊ രാത്രിയൊക്കെ ഓടിക്കാനായിട്ടൊക്കെ പോകുമ്പോഴേക്കൊക്കെ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു? ഇന്നേവരെ എനിക്ക് ബുദ്ധിമുട്ട് ഫേസ് ചെയ്തിട്ടില്ല. കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഇഷ്ടമാണ് വണ്ടി ഓടിക്കാൻ തന്നെ. അതുകൊണ്ട് തന്നെ പിന്നെ പോണത്. പിന്നെ പെണ്ണുങ്ങളെ തന്നെ മെയിനായിട്ട് കയറാറ്. ആണുങ്ങൾ അങ്ങനെ അധികം കയറല്ല. ഇപ്പൊ കൈ കാണിക്കുമ്പോ തന്നെ പെണ്ണാന്ന് മനസ്സിലാകുമ്പോഴേക്കും കൈ കാണിക്കേണ്ട അവര് പോകും. അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. ഈ മുടിയൊക്കെ വെട്ടി നിൽക്കുമ്പോ പെട്ടെന്ന് ആ വീഡിയോയിൽ ഞാൻ കണ്ടത് എന്താന്ന് അറിയോ, ആൺകുട്ടിയാണോന്ന് ആദ്യമേ ചോദിച്ചോ? മിക്കവരും അങ്ങനെ ചോദിക്കാറില്ലേ? മിക്കവരും ചോദിക്കാറുണ്ട്. എല്ലാ കടയിലൊക്കെ പോകുമ്പോഴൊക്കെ ആദ്യം ഡൗട്ട് അടിച്ച് നിൽക്കും, ഇത് പെങ്കൊച്ചാണ് ആൺകൊച്ചാണെന്ന്. സ്റ്റെക്കായിട്ട് പറയുമ്പോ ഞാൻ പറയും ഞാൻ തന്നെ പെങ്കൊച്ചാണ്, പേടിക്കണം, പെണ്ണാന്ന് പറയും. പേര് പറയുമ്പോ എല്ലാവർക്കും മനസ്സിലാവും. സൗണ്ട് കേൾക്കുമ്പോഴും അതെ പെണ്ണാന്ന് പറയും. എങ്ങനെ ഈ ഒരു ഓട്ടോ ഓടിക്കാമെന്ന് അലീഷ ആദ്യമേ വിചാരിച്ചത് എങ്ങനെയാ? കാരണം 18 വയസ്സേ ഉള്ളൂ, പഠിക്കേണ്ട അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു പ്രായമാണ്. ആ ഒരു പ്രായത്തില് അധ്വാനിക്കണം എന്നുള്ള രീതിയിലേക്ക് തോന്നിയത് എപ്പോഴാ? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങക്ക് മമ്മീന്റെ പപ്പയുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് മമ്മിക്ക് നിമോണ പോലെ ഒരു ഫീവർ വന്നായിരുന്നു. അപ്പൊ 1 വീക്ക് നമ്മുടെ അമൃതയില് ഇത് അഡ്മിറ്റഡ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ബിസിനസ് ഉണ്ടായിരുന്നു, അത് ഫുൾ ഡള്ളായി, ഫുള്ള് ഡൗൺ ആയിപ്പോയി. പപ്പക്കൊരു ആക്സിഡന്റ് വന്നു. അത് പട്ടി വട്ടം ചാടിയതാ. പപ്പ സ്കൂളിൽ നിന്ന് ബാക്കോട്ട് വീണ് നടുവിനും പണി കിട്ടിയായിരുന്നു. അപ്പോൾ ബിസിനസ് നോക്കി നടത്താൻ ആരും ഇല്ലാണ്ടായി. അങ്ങനെ ഫുള്ള് വീക്കായപ്പോഴേക്കും ചേട്ടൻ ഇത് പഠിക്കുന്നത് BC പഠിക്കുക ബാംഗ്ലൂര്. അപ്പോൾ അത് റിപ്പോർട്ട് ചെയ്ത് ചേട്ടൻ വന്നു. ചേട്ടൻ ബിസിനസ് നോക്കി. അപ്പോൾ പപ്പക്കൊരു ആക്സിഡന്റ് വന്നു. അത് പട്ടി വട്ടം ചാടിയതാ. പപ്പ സ്കൂളിൽ നിന്ന് ബാക്കോട്ട് വീണ് നടുവിനും പണി കിട്ടിയായിരുന്നു. പോവാന്ന് ഓർത്ത് അങ്ങനെ ഒരു ദിവസം പോയപ്പോ 600-700 രൂപ കിട്ടി. പിന്നെ ടിപ്പ് തരും, പെൺകൊച്ചായതുകൊണ്ട് ആൾക്കാർ എക്സ്ട്രാ ടിപ്പ് തരും. അങ്ങനെ ടിപ്പ് വന്നു. പിന്നെ എനിക്ക് ഇൻട്രസ്റ്റ് ആയി, പിന്നെ പോവാൻ തുടങ്ങി. അപ്പൊ ആ ഒരു സമയത്തൊക്കെ വീട്ടിലാരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ പെൺകുട്ടിയാണ് പോവണ്ട അങ്ങനെയൊക്കെ? അങ്ങനത്തെ ഒരു ഇത് ഉണ്ടായിട്ടില്ല, ഇന്നവരെ ഉണ്ടായിട്ടില്ല. എന്തായാലും എന്നെ പപ്പ അമ്മച്ചിനെ പോലെ വളർത്തേക്കണത്. കുഞ്ഞിലെ തൊട്ട് അങ്ങനെ തന്നെ എല്ലാത്തിനും ആക്റ്റീവായിട്ട് നിൽക്കാൻ അങ്ങനെ പപ്പ എന്നെ പഠിപ്പിച്ചേക്കണേ. അതുകൊണ്ട് എനിക്ക് എല്ലാത്തിനും ഇഷ്ടമാണ്. അതുകൊണ്ട് പിന്നെ പഠിക്കാനൊക്കെ സമയം കിട്ടാറുണ്ടോ മോക്ക്? പഠിക്കാൻ ഞാൻ ഊബറാ ഞാൻ ഓടാറ്. ഇപ്പൊ ഇടക്ക് സമയം കിട്ടുമ്പോ ഞാൻ ഊബർ കുറച്ച് വെച്ചിട്ട് പഠിക്കും. പിന്നെ അല്ലാണ്ട് വീട്ടില് രാത്രി ആയിരിക്കും പഠിക്കണേ. രാത്രി എന്നാണ് എനിക്ക് പഠിക്കാൻ കയറുള്ളൂ. ഇപ്പൊ സ്കൂളിലൊക്കെ എന്താ പറയാ, ഇതിന്റെ ഇടയ്ക്ക് പഠിക്കാൻ പോണു എന്നുള്ള രീതിയിൽ അവരെന്തെങ്കിലും ആദ്യമൊക്കെ വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ആദ്യം എന്താന്നാല് അവർക്കൊക്കെ ഇതാണ്, ഞാൻ പഠിച്ച് കിട്ടോ കവർ ചെയ്ത് കിട്ടും. ഇതെല്ലാം കൂടി ഇത് പോകുമ്പോ എനിക്ക് കിട്ടുമെന്നായിരുന്നു പേടി. കുഴപ്പമില്ല, ഞാൻ എടുക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ എടുക്കുന്നുണ്ട്. അപ്പം ഈ പഠിത്തത്തിനോടൊപ്പം നമ്മൾ ഈ ഓട്ടോ ഓടിക്കലും കൂടി ആവുമ്പോഴേക്കും ഒരുപാട് സ്ട്രെസ്സും അല്ലെങ്കിൽ എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ അലീഷയ്ക്ക് പറ്റാറുണ്ടോ? അത് എന്താന്ന് എന്റെ ഫാമിലി സപ്പോർട്ട് ഉള്ളതുകൊണ്ട് എനിക്ക് സ്ട്രഗിൾസ് ഇല്ല. കാരണം എന്ത് കാര്യം ഉണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ പറയും, എന്ത് വിഷമം ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിൽ അവരുടെ സപ്പോർട്ട് തന്നെയാണ് ഏറ്റവും വലിയ ഇതായിട്ട് വരുന്നത്. അതുകൊണ്ട് എനിക്ക് തന്നെ ഫീലിംഗ് ഇങ്ങനെ ഇതായി എനിക്ക് തോന്നാറില്ല. നല്ല കാര്യം എപ്പോഴും ഇങ്ങനെ ചിരിച്ചു നിൽക്കാറാണ്? അതെ, എപ്പോഴും അതെ. എന്തെങ്കിലും വിഷമം വന്നാലും ഒക്കെ ഇങ്ങനെ ചിരിച്ച് എല്ലാത്തിനെയും എന്താ പറയാ പുഷ്പം പോലെ നേരിടുന്ന? അതെ, ആർക്കും വിഷമം ഉണ്ടെന്ന് തോന്നിക്കണ്ട, അങ്ങനത്തെ ഒരു ഇതുള്ളതുകൊണ്ട് തന്നെ എപ്പോഴും ചിരിച്ചാണ് എല്ലാരും ഹാപ്പി ആക്കാൻ നോക്കാം. അത് തന്നെയാണ് എന്റെ ഇത്. ഈ ലൈസൻസ് ഒക്കെ എങ്ങനെയാ എടുത്തത്? ആ ഒരു 18 വയസ്സ് കഴിഞ്ഞ ആ ഒരു സമയത്ത് തന്നെ എടുത്തത്. എനിക്ക് അതിന് മുമ്പേ എനിക്ക് ലൈസൻസ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കണായിരുന്നു. എനിക്ക് കാറ് ബൈക്ക് ഒക്കെ ഇഷ്ടമുള്ള കാര്യം. അപ്പോൾ ഞാൻ പപ്പഴത് 18 വയസ്സായപ്പോ തന്നെ ഞാൻ കൊണ്ട് ആപ്ലിക്കേഷൻ കൊടുത്തു. ഡിസംബർ ആയപ്പോഴേക്കും ഫസ്റ്റ് ടെസ്റ്റിൽ തന്നെ എനിക്ക് കിട്ടി. എന്റെ കൂടെ പോയാലും 7 പൊട്ടിയിട്ട് ഞാൻ മാത്രം പാസ്സായുള്ളൂ. അതുകൊണ്ട് അങ്ങനെ അപ്പൊ തന്നെ എടുത്തു. എനിക്ക് ഒരു പ്ലാനും കൂടെ ഉണ്ട്, ഹെവി ലൈസൻസ് എടുക്കണം എന്നുള്ളതുണ്ട്. ഈ ഓട്ടോ എങ്ങനെ തിരഞ്ഞെടുത്തത്? അതായത് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉള്ള ഒരു നാട് തന്നെയാണല്ലോ നമുക്ക്. അപ്പൊ എങ്ങനെ ഓട്ടോ ഓടിക്കാന്നുള്ള രീതിയിലേക്ക് ആദ്യം ചിന്ത? അതെന്താ വെച്ച് കഴിഞ്ഞാല് ഞങ്ങക്ക് ബിസിനസ് ഉള്ളപ്പോ ഞങ്ങക്ക് ഈക്കോ ഉണ്ട്, മൈലേജ് ഒട്ടുമില്ലാത്തതുകൊണ്ട് ഈ ഇലക്ട്രിക്കൽ എടുക്കാന്ന് ഓർത്തപ്പോ ഓട്ടോ തന്നെ ബെസ്റ്റ് എന്ന് ഓർത്തു.
അപ്പൊ നമുക്ക് വർക്കില്ലാത്ത സമയത്ത് ഓട്ടോയും പോവാം. അങ്ങനെ എടുത്താണ് പപ്പ. പക്ഷെ ഞാൻ ഓട്ടോ ഓടിച്ച് ഇങ്ങനെ ഇതുണ്ടാക്കും ഞാൻ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എടുത്തതാ. ഇതെങ്ങനെ വൈറലായത് ആ ഒരു വീഡിയോ? അതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഒരു ചൊവ്വാഴ്ച ഒരു ഇതുണ്ടായിരുന്നു, ഔസപിതാവിന്റെ നേരത്തെ സത്യം. അപ്പൊ അവിടെ നിന്ന് ഒരു ചേച്ചിനെ ഞാൻ കോതാട് കൊണ്ടേ ആക്കി. അത് നേരെ ഞാൻ നോക്കിയപ്പോഴേക്കും ചുമ്മാ പോസ്റ്റ് അടിച്ചിട്ടുണ്ട്. ഇപ്പോഴല്ല പലതും പോയിട്ട് ചായ കുടിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് നാസറിക്കനെ കണ്ടത്. ഇക്ക വന്ന് പറഞ്ഞു, എടാന്ന് വിളിച്ചാ പറഞ്ഞത്. ഞാൻ എടാ നീക്ക് എത്ര വയസ്സായടാ, നീ ഓട്ടോ ഒക്കെ ഓടിക്കുന്നു ഭയങ്കര അത്ഭുതമായിട്ട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എടയല്ല, ഞാൻ എടിയാണെന്ന് പറഞ്ഞു. എടിയാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ശരിക്കും നിന്റെ പേരെന്താ? അങ്ങനെ സംസാരിച്ചപ്പോഴാണ് പുള്ളി വെച്ച് വീഡിയോ എടുത്തോട്ടെ, എനിക്ക് നിന്റെ ഭയങ്കര ഇൻസ്പയർഡ് ആയി എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ എടുത്തു, വൈറലായി, 3 million ആയി. പെട്ടെന്നായിരുന്നു എല്ലാം. ഇപ്പൊ നാട്ടുകാരൊക്കെ എന്താ പറയണേ? ഇപ്പൊ നമ്മളിപ്പോ വന്ന് നിന്നപ്പോഴാണെങ്കിൽ ഒരുപാട് നാട്ടുകാര് അപ്പന്മാരും മംഗളമാരും ഒക്കെ അലീഷേനെ ഇങ്ങനെ പൊതിയുന്നുണ്ടായിരുന്നു. അപ്പോ നാട്ടിലെ കണ്ണിലുണ്ണിയാണോ? അതെ പണ്ട് തൊട്ട് അങ്ങനെ. ഞാൻ കാരണം എല്ലാത്തിനും ആക്റ്റീവായിട്ട് നിൽക്കാറുണ്ട്. എന്തെങ്കിലും ആൾക്കാർ എൻ്റെ അടുത്തൊക്കെ വരും, ഇന്ന പോലെ ഉണ്ട് യൂത്ത്. ഞാൻ പള്ളിയിൽ യൂത്തിലൊക്കെ ആക്റ്റീവാണ്. അപ്പൊ +1 തൊട്ട് അങ്ങനെ പള്ളിയിൽ അങ്ങനെ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം. പിന്നെ ആൾക്കാർക്ക് ഇഷ്ടം. ഞാൻ ഇങ്ങനെ അത്യാവശ്യം തെറിച്ച് ചേർക്കുന്ന ഒരു കൂട്ടത്തിലുള്ള ആള്. സൈക്ലിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് പിന്നെ എല്ലാരും ഞാൻ കമ്പനിയാണ്. പപ്പയായിട്ട് ഇങ്ങനെ അങ്ങനെ ആക്കി എടുത്തതാണ്, എല്ലാരായിട്ട് കമ്പനി ആക്കി എടുത്തതാണ്. പിന്നെ ഇപ്പൊ വരുമ്പോ എല്ലാരും പള്ളിയിലൊക്കെ ഇതുവരെ വിളിച്ചായിരുന്നു, പള്ളിയിൽ കുർബാനയിലൊക്കെ എന്റെ പേര് വിളിച്ചായിരുന്നു. അങ്ങനെ കുറച്ച് ഇതൊക്കെ ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അറിയാം. ഇപ്പൊ അച്ഛനെയും അമ്മേനെയും നമ്മൾ കണ്ടപ്പോഴേക്കും അമ്മ പറഞ്ഞു അമ്മ അലീഷയുടെ അമ്മയെന്നാണ് എല്ലാരും പറയുന്നതെന്ന്. അമ്മക്ക് ഭയങ്കര സന്തോഷമാണ് അത് കേൾക്കുമ്പോ. അമ്മേനെ അച്ഛനെയും കൂടെ ഒന്ന് വിളിച്ചാലോ? ഓക്കെ. അമ്മ അച്ഛ ഒന്ന് വരാം. ഇതാണ് അലീഷയുടെ കുടുംബം. അമ്മ ഷീജ, അച്ഛൻ ജിൻസൺ, ചേട്ടൻ ജോഷ. ഇപ്പൊ മകള് ഇപ്പൊ കുറച്ചു നാളായിട്ട് ഓട്ടോ ഓടിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴാണ് വൈറലായത്. ഇപ്പൊ ആളുകളൊക്കെ അറിഞ്ഞു തുടങ്ങിയത് ഇപ്പോഴാണ്. അപ്പൊ അതിനു മുമ്പേ ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയപ്പോ ആദ്യം എന്താ അമ്മ അലീഷയോട് പറഞ്ഞത്? എനിക്ക് സന്തോഷമായിരുന്നു. അവൾക്ക് അതിനൊരു നാണക്കേടില്ലാതെ അവള് ഓട്ടോ എടുത്തിട്ട് പോയി. അപ്പൊ ഞാൻ പറഞ്ഞ കുഴപ്പമില്ല, ഇത്തിരി ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു ആ സമയത്ത്. അപ്പൊ അവനോട് പറഞ്ഞു മമ്മി ഞാൻ പോയി നോക്കട്ടെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്കറിയില്ലായിരുന്നു പൈസ ഇങ്ങനെ പെങ്കൊച്ചല്ലേ ഇത്രയല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു നീ പോയി കഴിഞ്ഞാല് മറ്റുള്ളവർ ചോദിക്കും ലൈസൻസ് ഉണ്ടാ, കാരണം ഞാൻ പറഞ്ഞു ആരെത്തോന്നൊക്കെ ചോദിച്ചത് അവളോടൊക്കെ കളിയാക്കിയിരുന്നു. അപ്പൊ അവളോട് പറഞ്ഞു കുഴപ്പമില്ല ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞു. ഒരു ദിവസം ട്രയലായിട്ട് പോയപ്പോ അന്ന് തന്നെ അവൾക്ക് ജസ്റ്റ് ആദ്യം കയറിയപ്പോ തന്നെ ആൾക്കാർ 100 രൂപ കൊടുത്തു കഴിഞ്ഞാല് 50 രൂപ ഉണ്ടെങ്കിൽ 50 രൂപ അവളോട് പറഞ്ഞ് ടിപ്പായിട്ട് വെച്ചോളാൻ പറയും. അങ്ങനെ അവള് മേടിച്ചിട്ടുണ്ട്. അപ്പൊ എന്തിനും വാങ്ങിക്കണമെന്ന് വെച്ചാൽ വീട്ടിലുള്ള സാധനങ്ങൾ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടാവും. പിന്നെ എനിക്ക് പേടിയുണ്ടായിരുന്നു, കാരണം ഈ സന്ധ്യാവുമ്പോഴേക്കും മറ്റുള്ളവർ കയറി കഴിഞ്ഞാല് എവിടെയെങ്കിലും ഇങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഇവള് ലേഡീസിനെ മാത്രമേ കയറാറുള്ളൂ. പിന്നെ അവള് സേഫ് ചെയ്തിട്ടാണ് പോണത്. പിന്നെ ഇത്തിരി എനിക്ക് ധൈര്യമുണ്ട്, കളരിയും കരാട്ടൊക്കെ കുറച്ച് പഠിച്ചു വെച്ചിട്ടുണ്ട് പുള്ളിക്കാരത്തി. അപ്പൊ അതൊരു ധൈര്യം ഉണ്ട് എനിക്ക്. എന്നാലും ആദ്യമേ നമുക്ക് വിഷമം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. ഇപ്പൊ ഒരു സ്ട്രഗിളിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് അവള് കുട്ടി ഇറങ്ങിയത്. അപ്പൊ മോളിങ്ങനെ അധ്വാനിക്കണ കാണുമ്പോ നമുക്കൊരു വിഷമം തോന്നുമല്ലോ. അതില്ല, ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങള് ക്ലീനിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങള് ക്ലീനിങ്ങിന് പോണ സമയത്ത് ഇവര് ഞങ്ങളോട് വന്നുകൊണ്ടിരുന്നതാണ്. ഞങ്ങൾ രണ്ടുപേരും സ്റ്റാർട്ട് ചെയ്തത് ചെറിയൊരു വാക്യൂം തുടങ്ങിയത്. അപ്പൊ ഇവരും വന്നിരുന്നിട്ട് ഇവർക്ക് ആ ചെറിയ കൈ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് രണ്ടും ഞങ്ങൾക്ക് ചെയ്തു തന്നിരുന്നു. അപ്പൊ എനിക്ക് തന്നെ അവർക്ക് 5 വയസ്സ് 5ാം ക്ലാസ് ഇവിടെ അതും ചെറുതായിരുന്നു. പക്ഷെ അന്ന് ഞങ്ങൾ ചെയ്യേണ്ട അവിടെ ഇരുന്നോളാൻ പറഞ്ഞാല് ഇവർ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് അവർക്ക് പറ്റുന്നത് അവർ ചെയ്യുമായിരുന്നു. എല്ലാ സമയത്തും അവര് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ വേറെ ആരും ഇല്ലെന്നുണ്ടെങ്കിലും മക്കളോട് ഞങ്ങളോടെയും വരാന്ന് പറയും. അപ്പൊ ഞങ്ങൾക്ക് അവര് വർക്ക് ചെയ്യണതിന് പിന്നെ ഞങ്ങൾക്ക് മെസ് ഉണ്ടായിരുന്നു. മെസ്സിന്റെ സമയത്തായാലും ഭയങ്കര പിള്ളേർ രണ്ടും എനിക്ക് ഭയങ്കര ഹെൽപ്പായിരുന്നു. ഞങ്ങള് 4 പേരെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ 4 പേരും ഭയങ്കരമായിട്ട് അധ്വാനിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പൊ മക്കൾ അത് തന്നെ കണ്ടു വളർന്നതുകൊണ്ട് അവർക്ക് ഞങ്ങൾക്ക് തന്നെ വിഷമം തോന്നിയിട്ടില്ല. മക്കള് പോണതിന്റെ എന്ത് ജോലി ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ജോലി ചെയ്ത് ജീവിക്കാം. കാരണം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എനിക്ക് അസുഖം കാര്യങ്ങളൊക്കെ വന്നപ്പോ ഞങ്ങൾക്ക് എന്തിനും വന്നു പോയി കഴിഞ്ഞാല് മക്കൾ എന്ത് ചെയ്യും എന്നുള്ള ടെൻഷനായിരുന്നു. ഇപ്പൊ എനിക്ക് ആ ടെൻഷൻ ഇല്ല. ഇപ്പൊ അതില്ല.